മുഖ്യമന്ത്രി വി ഡി സതീശൻ ഡൽഹിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ചർച്ചകൾ നടത്തുന്നു. അത് നന്ദി രേഖപ്പെടുത്തൽ എന്ന നിലയിൽ പോയാൽ അങ്ങനെയാണ് പോയിട്ടുള്ളതെങ്കിലും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം അടക്കമുള്ളവ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം നിലവിലെ കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഈ വി ഡി സതീശൻ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിയില്ല. നിലവിലിപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു നിശ്ചലാവസ്ഥയിലേക്ക് അതിൻ്റെ സംഘടനാ രൂപങ്ങൾ മാറിയിരിക്കുകയാണ്. വലിയ ആഘോഷവും ആഹ്ലാദവും ആവേശവും ഒക്കെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതിയ മന്ത്രിസഭ വന്നതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പോലും അതിൽ സംഘടന ചലിപ്പിക്കുക എന്ന നിലയിൽ അത് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മന്ത്രി, വർക്കിംഗ് പ്രസിഡന്റുമാരിൽ പി സി വിഷ്ണുനാഥ് മന്ത്രി, എ പി അനിൽകുമാർ മന്ത്രി, അങ്ങനെ ഈ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. പല ഡി സി സി പ്രസിഡന്റുമാരും എം എൽ എമാരാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും വി ഡി സതീശൻ സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും. അതിൽ എനിക്ക് തോന്നുന്നു ഏതായാലും വി ഡി സതീശന് താല്പര്യം എന്താണെന്ന് എനിക്കറിയില്ല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. എനിക്ക് തോന്നുന്നത് ബെന്നി ബെഹന്നാൻ തന്നെ കെ പി സി സി പ്രസിഡന്റായി വരും എന്നുള്ളതാണ്. കാരണം അത് സാമുദായിക സമവാക്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ കണ്ടതാണ്. ചിലർക്ക് മന്ത്രിയാവാൻ കഴിയാതെ പോയത്, ചിലർക്ക് മന്ത്രിസഭയിൽ ഇടം കിട്ടിയത്, അതൊക്കെ ഈ സാമുദായിക സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വി ഡി സതീശൻ എന്ന നായരായ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് എന്ന ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവുള്ളപ്പോൾ ക്രൈസ്തവ സഭയിൽ നിന്നുള്ള ഒരു നേതാവാണ്, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവാണ്. അധ്യക്ഷ സ്ഥാനം കിട്ടുകയാണെങ്കിൽ യു ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിയാൻ അടൂർ പ്രകാശ് റെഡിയാണ്. അതെ, അദ്ദേഹം റെഡിയാണ്. ആ സമവാക്യം അദ്ദേഹം അറിയിച്ചു. പക്ഷെ എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ 2 ദിവസമായി. അതെ, നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ആ നിലയിൽ സാമുദായിക സമവാക്യം നോക്കുകയാണെങ്കിലും, ഇനി അതല്ല ചിലപ്പോൾ ഒരുപക്ഷെ ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ പിന്തുണ നോക്കിയാലും അത് ബെന്നി ബെഹനാൻ അനുകൂലമായി വരുന്നതിനുള്ള സാധ്യതയാണുള്ളത്. പല നേതാക്കളും പലരെയും പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോസഫ് വാഴക്കനെ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം തന്നെ മാത്യു കുഴൽനാടനെ അത് രണ്ടാമത്തെ ചോയ്സ് ആവാനേ സാധ്യതയുള്ളൂ കെ സി വേണുഗോപാൽ പക്ഷത്തിൻ്റേത്. അങ്ങനെ ആ നിലയിലുള്ള നിരവധി നേതാക്കൾ കൂടി മുന്നോട്ട് വരുന്നുണ്ട്. കെ പി സി സി പ്രസിഡൻ്റാകാനുള്ള അത്തരം പേരുകൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ബെന്നി ബെഹന്നാൻ കെ പി സി സി പ്രസിഡൻ്റ് ആകുന്നതിനുള്ള സാധ്യതയാണുള്ളത്. അതേസമയം തന്നെ കെ പി സി സി ഭാരവാഹികളിലും മാറ്റം വരേണ്ടതുണ്ട്. ഡി സി സി 7ഓളം ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിലും മാറ്റം വരേണ്ടതുണ്ട്. ഇതൊക്കെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അപ്പുറം ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തതുപോലെ അതിൽ നേരത്തെ അസിത പറഞ്ഞ പോലെ ഒരു പൊതുസമൂഹത്തിൻ്റെ അവരുടെ ഒരു ആവശ്യം കൂടി അതുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്നതാണ്. എൻ്റെ ഒരു സംശയം എന്താണെന്നറിയോ, ഇപ്പോൾ ബെന്നി ബെഹനാനായാലും കൊടുക്കുന്നിൽ സുരേഷ് ആയാലും അടൂർ പ്രകാശ് ആയാലും ഇവരെല്ലാം എം പിമാരാണ്. അപ്പം ഈ മര്യാദ അനുസരിച്ച് ഒന്നും ആകാതെ പോയ ഒരുപാട് ആൾക്കാർ ഡയറിങ് കക്ഷത്ത് വെച്ച് നടന്നിട്ട് എത്രയോ കൊല്ലമായി. അവരിൽ ഒരാളെ പിടിച്ച് കെ പി സി പ്രസിഡന്റ് ആക്കാൻ പറ്റില്ലേ? അല്ല, അങ്ങനെ ആക്ഷേപമുണ്ടോ? നേതാക്കൾ നമുക്കൊരു ഉപദേശം വെക്കാലോ. എം പിമാരായവർ പാറ്റ വിപ്ലവം നടക്കുന്ന കാലം അതല്ല സ്കെയിൻ. എം പിമാരായവർ എം എൽ എമാരാകാൻ വേണ്ടി എന്തെല്ലാം ശ്രമം നടത്തിയതാണെന്ന് നമ്മൾ ആ സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി നടത്തിയതാണെന്ന് നമുക്കറിയാമല്ലോ. ശരിക്കും ഇതിനകത്ത് എം പി എന്ന് പറഞ്ഞ ഒരു വലിയ പൊസിഷനാണോ? അതെ. അപ്പോൾ നമ്മുടെ ലോക്സഭയിൽ ചെന്ന് അല്ലെ രാജ്യസഭയിൽ ചെന്ന് ഇരിക്കാൻ പറ്റുന്ന ചെറിയ കാര്യമാണ്. അപ്പൊ ഇതൊന്നും ഇരിക്കാൻ ഭാഗ്യം കിട്ടില്ലാത്ത വലിയൊരു ജനസമൂഹം നടക്കുന്നുണ്ടല്ലോ. അല്ല, അത് പറഞ്ഞു കഴിഞ്ഞാലേ ദിലീപ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തിരുവനന്തപുരത്ത് പോയിട്ടില്ലല്ലോ. അവിടെ ചെന്ന് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് സെക്രട്ടറി നേരെ മുന്നിൽ അരുൾ ജ്യോതി എന്നൊരു വെയിറ്റ് ചെയ്യുന്ന ഹോട്ടലുണ്ട്. അതിൻ്റെ വരാന്തയിൽ നമ്മളിങ്ങനെ കുറ്റിയടിച്ച് നിൽക്കാമെന്നുണ്ടെങ്കിൽ എവിടെല്ലാം സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നറിയോ? ചിലർക്ക് കോർപ്പറേഷൻ പിടിച്ചെടുക്കണം, ചിലർക്ക് വേറെ എന്തെങ്കിലും പോസ്റ്റ് വരികണം. കുറേ കാലമായി കൊടുത്ത അപേക്ഷ ശരിയായിട്ടില്ല. കേസ് കെട്ട് ഇപ്പോഴാ നാട്ടിലുള്ളതെന്ന് തോന്നുന്നു. അത് മാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിനുള്ള ആളെയും കണ്ടു അവിടെ. അല്ല, യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ എല്ലാം തിരുവനന്തപുരത്തെ ആ സെക്രട്ടേറിയറ്റിനോട് ചേർന്നുള്ള ആ സ്ഥലങ്ങൾ, മാത്രമല്ല അവിടെ വേറൊരു കാര്യം, ഈ സാധാരണ ഈ 10 വർഷത്തിന് മുമ്പ് ഈ കേസ് കെട്ടുകാരെല്ലാം താമസിക്കുന്നവിടെ തിരുവനന്തപുരത്തെ ഹോട്ടൽ പങ്കജിലായിരുന്നു. പങ്കജ് എന്തോ കാരണത്തല്ല ഒരു പൂട്ടിയിട്ടേക്ക് അവർക്ക് ഇപ്പോൾ തുറക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കേസ് കെട്ടുകാർക്ക് താമസിക്കാൻ സ്ഥലം വേണ്ടി കൊണ്ടുവരുമ്പോൾ. അല്ല, അതാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വിവിധ മന്ത്രിമാരെ കാണുന്നതിനും ശുപാർശകൾക്കൊക്കെ ആയിരിക്കാം. ഏതായാലും ഒരു മാറ്റത്തിന്റെ കാറ്റടിക്കുന്നു. ഉമ്മൻചാണ്ടി ഒറ്റയ്ക്ക് എപ്പോഴും കണ്ടുണ്ടോ? ഇല്ല, ഉമ്മൻചാണ്ടി കാണാൻ പോകുമ്പോഴേക്കും ഉമ്മൻചാണ്ടി ഓഫീസിനകത്താണെങ്കിലും ഒക്കെ 10-20 ആൾക്കാർക്കിടെ ഒരു വീട്ടിലാണ് എവിടെയാണെങ്കിലും. പക്ഷേ പിണറായി അങ്ങനെ ആയിരുന്നില്ല. അതിനകത്ത് അനുഭവം എനിക്കുണ്ട്. ഇത്തരുണത്തിൽ നമുക്കത് ഓർമ്മിക്കാവുന്ന. അപ്പോൾ ഒരു 10-150 പേരുടെ ഇടയിൽ അത് നിൽക്കുമായിരുന്നു.
അപ്പോൾ ഞാനൊരു 25 പേർക്ക് അപ്പുറം നിൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല എനിക്ക് സ്വകാര്യമായിട്ട് അങ്ങോട്ടൊരു കാര്യം പറഞ്ഞോളൂ, ഇവരെല്ലാം നമ്മുടെ ആൾക്കാരാ, കുഴപ്പമൊന്നുമില്ല, അവിടെ നിന്ന് പറഞ്ഞോളൂ. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം ഈ ആൾക്കാർ ചുറ്റും ഇങ്ങനെ നിൽക്കുക. ഞാൻ കുറച്ച് നേരം ഞാൻ തിരിച്ചു പോകുന്നു. ഇതിലേതാ ശരി ഏതാ തെറ്റെന്ന് അല്ല, അദ്ദേഹം സംസ്കാരമായിരുന്നു, കാര്യം അദ്ദേഹം ജനങ്ങളെ വിട്ടൊരു പരിപാടിയില്ല. ഒരു പ്രാന്തന്റെ കസേര കയറിയിരുന്നു, അത് ഏതെങ്കിലും നടക്കുന്നതാണോ? ഇവർ അത്ര ഓപ്പൺ ആയിരുന്നു അതിനകത്ത് ക്യാമറ. അപ്പൊ ദിലീപ് എന്തോ പറഞ്ഞാലും KPCC അധ്യക്ഷനാക്കാൻ അവർ തീരുമാനിച്ചു. അത് UDF അധികാരത്തിൽ വന്നപ്പോൾ തന്നെ, അത് നേരത്തെയും UDF സർക്കാരുകൾ വരുമ്പോഴെല്ലാം ഈ MLA ഹോസ്റ്റലിന് മുന്നിലെ സംസം റെസ്റ്റോറൻറ്റിൽ വൻ ജനക്കൂട്ടമായിരിക്കും, അവിടെ കുറേ കോഴികൾ കച്ചവടം ചെയ്യപ്പെടും. അങ്ങനെ ആ നിലയിൽ ചിക്കനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ചെറിയ ഡൗട്ട് വന്നു. ഞാനത് SKന്റെ നോട്ടം കണ്ടതുകൊണ്ടാണ് ഞാൻ അതിലൊരു വിശദീകരണം നടത്തിയിട്ടുള്ളത്. അതായത് അല്ല, അവിടെ ഈ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചിക്കൻ വിഭവങ്ങൾ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോ അങ്ങനെ ആ നിലയിലുള്ള വലിയ കച്ചവടങ്ങൾ അവിടെ എല്ലാം ഒന്ന് ഉഷാറാകും. അത് മാത്രമല്ല ഈ ഓട്ടോറിക്ഷക്കാർ, ടാക്സി, ഇതെല്ലാം കൂടുതൽ സജീവമായി വിപണി കൂടുതൽ ഉണരുന്ന ഒരു കാലം കൂടിയാണ് UDF സർക്കാർ വരുമ്പോൾ. മറ്റേത് കുറച്ച് വളരെ മന്ദഗതിയിലായിരുന്നു അവിടെ, കാരണം ബ്രാഞ്ചിൽ നിന്ന് കത്ത്, LC-ന്ന് കത്ത്, ജില്ലാ കമ്മിറ്റി, ശുഭ, അങ്ങനെ ആ നിലയിലൊക്കെ വന്നു. ഇതിപ്പോൾ പ്രവർത്തകരും നേതാക്കളും എല്ലാം അല്ലെങ്കിൽ സാധാരണക്കാരുമെല്ലാം തലസ്ഥാനത്തേക്ക് ഒഴുകുകയാണ് ഇപ്പോൾ. അത് KPCC ഓഫീസിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ട് വന്നത് KPCC പ്രസിഡന്റിന്റെ കാര്യമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ആളനക്കമില്ലാതിരുന്ന തിരുവനന്തപുരം ശാസ്തമംഗലത്തെ ഇന്ദിരാഭവനിൽ ഇപ്പോൾ ജനങ്ങളുടെ ഒരു പ്രവാഹമാണ്, പ്രവർത്തകരുടെ പ്രവാഹമാണ്. അവിടെയും അതിന് ചുറ്റുമുള്ള കടകളുമൊക്കെ. ഗോപികൃഷ്ണനൊക്കെ പിന്നെ ഈ ഇന്ദിരാഭവനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് കിലോമീറ്ററുകൾ പോയാണ് ഉച്ചഭക്ഷണം കഴിച്ചത്, അല്ലെ? ആ നിലയിലാണ്. എന്ന് വെച്ചാൽ ഇത്രയൊരു തിരക്ക് അടുത്ത കാലത്തൊന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ ഏതായാലും ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബെന്നി ബെഹന്നാൻ വന്നേക്കും എന്നാണ് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.